ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണ്. രാജാക്കാട് മയിലാടുംപാറ റൂട്ടിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. തിങ്കൽക്കാട് കോളനിക്ക് സമീപമാണ് മരം കടപുഴകി റോഡിലേക്ക് വീണത്. നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് മരം വെട്ടിമാറ്റാൻ ശ്രമിക്കുകയാണ്. സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ് രാജാക്കാട്, ഇടുക്കിയിൽ എങ്ങനെയാണ് മഴ? ഇടുക്കിയിൽ ഇത് കനത്ത മഴയുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോഴും മഴ പെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരം വീണിരിക്കുന്നു, അപകടമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, ഇടവിട്ട മഴ ഇടുക്കിയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകുവാൻ കഴിയുന്ന വിവരം. വിവിധ മേഖലകളിലായിട്ട് മലയോരത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ മഴ ഇടവിട്ട് തുടരുന്നുണ്ട്. അല്പനേരം തോർന്നു നിൽക്കുന്നു, പിന്നീട് വീണ്ടും ശക്തമായി പെയ്യുന്നു. അത്തരത്തിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ അങ്ങനെയാണ്. നെടുങ്കണ്ടമടക്കം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശങ്ങളിൽ മഴയ്ക്ക് അല്പം ശമനം ഇപ്പോഴാണ് ഉണ്ടായത്. ഇതുവരെ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ മരം വീണും മറ്റുമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മയിലാടുംപാറ രാജാക്കാട് റൂട്ടിൽ തിങ്കൽക്കാട് കോളനിക്ക് സമീപമാണ് മരം കടപുഴകി റോഡിലേക്ക് വീണത്. ഇപ്പോൾ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്നതനുസരിച്ച് പിരിമേട് ബോണാമിയിൽ മരം വീണ ഒരു വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആർക്കും പരിക്കുകളില്ല, എന്നാൽ വീട് ഭാഗികമായി തകർന്നിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ മരം വീണും മറ്റുമായി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സന്ദീപ് രാജാക്കാടാണ് ചേർന്നത്. സന്ദീപ് രാജാക്കാട് നിൽക്കുന്ന രാജാക്കാടും ഇപ്പോൾ മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.